എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ബാരട്ടംഗ് ഐലൻഡിലേക്കാണ്. പോർട്ട് ബ്ലെയറിൽ നിന്നും റോഡ് മാർഗം 50 കിലോമീറ്റർ യാത്ര ചെയ്ത് രാവിലെ 4 മണിയായപ്പോൾ ജഗാട്ടംഗ് ചെക്ക് പോസ്റ്റിലെത്തി. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ്. 6 മണിക്കാണ് ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. വാഹനങ്ങളുടെ വലിയൊരു നിര തന്നെയുണ്ട്. ചെക്ക് പോസ്റ്റിൽ ID കാർഡ് നൽകി ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രമേ യാത്രാ അനുമതി ലഭിക്കുകയുള്ളൂ. ചായക്കടകൾ രാവിലെ തന്നെ സജീവമാണ്. ഇവിടെ നിന്നും കോൺവോയ് ആയിട്ടാണ് വാഹനങ്ങൾ പോവേണ്ടത്. 6 മണിക്കും 9 മണിക്കും 12-നും 2:30-നുമാണ് വാഹനങ്ങൾ കടത്തിവിടുക. ജർവ ട്രൈബ്സിൻ്റെ ഏരിയയിലൂടെയാണ് ഇനി 48 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും. ഏതാണ്ട് 750 പേരാണ് ജർവ ട്രൈബ്സിൻ്റെ ആകെ പോപ്പുലേഷൻ. അതിൽ തന്നെ അധികം ആളുകളും ഈ 50 കിലോമീറ്ററിനുള്ളിലാണ് ജീവിക്കുന്നത്. വാഹനങ്ങൾ ജങ്കാറിൽ കയറ്റി വേണം അക്കരെ എത്തുവാൻ. നമ്മൾ ഇറങ്ങുന്ന ഈ ജെട്ടിയുടെ പേര് നിലമ്പൂർ ജെട്ടി എന്നാണ്. നമ്മുടെ നാടിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു സുഖം. കാലിക്കറ്റ്, വണ്ടൂർ, തിരൂർ തുടങ്ങി പല സ്ഥലങ്ങളും ആൻഡമാനിലുണ്ട്. മഴ ഇപ്പോഴും തകർത്തു പെയ്യുകയാണ്. ലൈംസ്റ്റോൺ കേവിലേക്ക് പോകാനുള്ള ബോട്ടിൻ്റെ ടിക്കറ്റും മറ്റും നമ്മുടെ സാരഥി ഗണേഷ് തന്നെ റെഡിയാക്കി കൊണ്ടുവന്ന് തന്നു. ഇവരൊക്കെയാണ് എന്നോടൊപ്പം ബോട്ടിൽ യാത്ര ചെയ്യാനുള്ളവർ. ഞങ്ങൾ യാത്ര തുടങ്ങി. ഒന്ന് ശമിച്ചിരുന്ന മഴ വീണ്ടും ശക്തി പ്രാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇടതൂർന്നു നിൽക്കുന്ന കണ്ടൽക്കാടുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞുള്ള ബോട്ട് യാത്ര വേറെ ലെവലാട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നടന്നു വേണം പോകാൻ. ഈ മഴയിലും അത്യാവശ്യം തിരക്കുണ്ട്. അധികവും നോർത്ത് ഇന്ത്യക്കാർ തന്നെയാണ്. 242.6 ചതുരശ്ര കിലോമീറ്ററാണ് ബാരട്ടംഗ് ഐലൻഡിൻ്റെ വിസ്തൃതി. 27.8 കിലോമീറ്റർ നീളവും 14 കിലോമീറ്റർ വീതിയുമുണ്ട് ഈ ദ്വീപിന്. ഈ ചുണ്ണാമ്പുകല്ല് ഗുഹകൾക്ക് ഏകദേശം 10 ലക്ഷത്തിലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. തറയിൽ നിന്നും മുകളിലേക്കും അതുപോലെ തന്നെ മുകളിൽ നിന്നും താഴേക്കും ഈ പാറകൾ വളരുന്നുണ്ട്. ഈ പാറകളുടെ രൂപം കാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്.
ഇത് സയനോബാക്ടീരിയ എന്നറിയപ്പെടുന്ന ഏകകോശ ആൽഗകളുടെ സൃഷ്ടിയാണ്. ഈ രൂപങ്ങളെ സിറ്റാലാക്മിറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. മഴ വഴിമുടക്കാൻ ശ്രമിച്ചെങ്കിലും എന്തായാലും ഇവിടെ കാണണമെന്ന ആഗ്രഹത്തിനും ഉറച്ച തീരുമാനത്തിനും 1000 തവണ നന്ദി പറഞ്ഞു. പിന്തിരിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നികത്താനാവാത്തൊരു നഷ്ടമായിരുന്നു അത്. അടുത്ത കാലത്താണ് ഇവിടുത്തെ ലൈംസ്റ്റോൺ ഗുഹകളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനാനുമതി ലഭിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ജർവ ഗോത്രവർഗത്തിൻ്റെ ആസ്ഥാനമാണ് ബരാട്ടങ് ദ്വീപ് എന്നതാവാം പ്രധാന കാരണം. നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും നല്ലത്. ഇരുട്ടായാൽ പിന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശനമില്ല. തിരികെ ജങ്കാറിൽ പോരുമ്പോൾ ജർവ ഗോത്രവർഗത്തിലെ ഒരു പുരുഷനും സ്ത്രീയും കുട്ടിയും ചെറിയൊരു വള്ളം തുഴഞ്ഞു പോകുന്നത് കണ്ടു. ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള ചില ആഫ്രിക്കൻ ഗോത്രവർഗ്ഗങ്ങളിലെ മനുഷ്യരെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഫോട്ടോയോ വീഡിയോയോ ഒരു കാരണവശാലും എടുക്കരുത് എന്ന് നമ്മുടെ ഡ്രൈവർ ഗണേശ് വീണ്ടും ഓർമ്മിപ്പിച്ചതുകൊണ്ടും ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി 3 വർഷം ജയിലിൽ കിടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അവരെ നോക്കി നിന്ന് കണ്ടു. വള്ളം തുഴയുന്ന പുരുഷനെ കാണുമ്പോൾ തന്നെ നല്ല ആരോഗ്യമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാകും. രാവിലെ 3 മണിക്ക് യാത്ര തുടങ്ങിയതാണ്. മഴയും നടപ്പും എല്ലാമായിട്ടും ഒട്ടും ക്ഷീണം തോന്നുന്നതേയില്ല. കാരണം ഇന്ന് കണ്ട പ്രകൃതിയിലെ വിസ്മയങ്ങൾ അത്ര വലുതായിരുന്നു. 2 മണിക്കുള്ള കോൺവോയിൽ ജക്കാർട്ടയിലേക്ക് തിരിച്ചു പോകണം. ജക്കാർട്ടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പോർട്ട് ബ്ലെയറിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ആൻഡമാൻ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും സന്ധിക്കവരേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം അഭി.